ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങളുടെ കോളേജിലെ ഫെയർവെല്ലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4-5 പേര്, 6 പേര് സാരി ഉടുക്കാമെന്നാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റും മെയിൻ ടാസ്കും. അപ്പോൾ എന്തായാലും സാരി ഉടുത്തിട്ട് കാണാം. ഇതുണ്ടോ, ഞാൻ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് വന്ന് കെട്ടി വെച്ചേക്കുന്നതാണ്. കണ്ടാൽ തോന്നില്ലെങ്കിലും ഞാൻ തന്നെയാണ് കെട്ടിയത്. ഇന്നത്തെ ഒരുക്കമൊക്കെ എന്നത്തെയും പോലൊക്കെ തന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇന്ന് സാരി ഉടുക്കുക എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ മുടി ഞാൻ ചെറിയൊരു പന്ത് കണക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് ഇതായിട്ടെടുത്ത് തെറ്റി വെച്ചിട്ടുണ്ട്. അതിനി അഴിക്കുമ്പോഴത്തേക്ക് എന്താണ് അവസ്ഥയെന്ന് കാണാം. പിന്നെ അത്രേ ഉള്ളൂ. സാരി ഉടുത്തിട്ട് വരാം. തിങ്കളാഴ്ചയായിരുന്നു പരിപാടി. പക്ഷെ സാരി എടുക്കാനും ഉടുക്കാനും തീരുമാനിച്ചത് ശനിയാഴ്ചയാണ്. പിന്നെ അഞ്ചലുള്ള കടകളിലൊക്കെ കയറി ഇറങ്ങി അലഞ്ഞിട്ടാണ് ഈ ഒരു സാരി കിട്ടുന്നത്. ഈ സാരി എടുക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു റെഡിമെയ്ഡ് ബ്ലൗസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനി തയ്ക്കാനുള്ള ടൈമില്ല. എന്നിട്ട് പിന്നെ അതെടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒരു ഷാർജയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിൽ പോയത്. അപ്പോൾ ഇതാണ് ഒരുങ്ങിയിട്ടുള്ള എൻ്റെ കോലം. ഈ സാരി എടുത്തപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉടുത്തപ്പോൾ ഒരിഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ കോളേജിലേക്ക് വന്ന് നേരെ കയറിയത് ക്യാൻറ്റീനിലോട്ടാണ്. 2 പൊറോട്ടയും ഉള്ളിക്കറിയാണോ ഉരുളക്കിഴങ്ങ് കറിയാണോ എന്ന് ഓർമ്മയില്ല, എന്തോ ഒരു കറിയും പിന്നെ ഒരു അവിച്ച മുട്ടയാണ് ഞാൻ കഴിച്ചത്. ആ ഒരു മുട്ടയ്ക്ക് 20 രൂപയാണ് അവിടെ. പക്ഷേ അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാങ്ങിക്കൂലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ കമ്മലെടുക്കാൻ പോയി. ഈ സാരിക്ക് സിൽവർ അല്ലെങ്കിൽ വെള്ള കളർ കമ്മലായിരിക്കും ചേരുമെന്ന് തോന്നുന്നു. അതുകൊണ്ടൊരു കമ്മലെടുത്ത്. പിള്ളേരൊക്കെ സാരിയിൽ അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഞങ്ങളൊരു ലൈം കുടിക്കാൻ കയറി. അതിനായിരുന്നെങ്കിൽ ഒടുക്കത്തെ മധുരമായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് മത്തടിച്ച് നടക്കുമായിരുന്നു. പിന്നെ കോളേജിൽ പോയിട്ട് എല്ലാവരുടെയും സാരി ഒന്ന് സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഫോട്ടോ സെക്ഷനിലേക്ക് കടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചരയായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ക്ലാസ്സിലുള്ള കുറച്ച് പിള്ളേർ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. പിന്നെ ക്ലാസ്സിൽ ഫുള്ള് പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പരിപാടി നടക്കുന്ന റൂമിൻ്റെ അങ്ങോട്ടേക്ക് വിളിച്ചു. അങ്ങനെ പിന്നെ പരിപാടി നടക്കുന്ന റൂമിലോട്ട് കയറി. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണു തള്ളി. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അവരവിടെ അലങ്കരിച്ച് വെച്ചേക്കുന്നത്. ഫാരി ലൈറ്റും ബലൂൺസും പിന്നെ കുറേ കോട്ട്സും ഞങ്ങളുടെ കുറേ പേരുടെ ഫോട്ടോസും. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങളുടെ സീനിയേഴ്സിനൊന്നും ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെയും ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഇതായിരിക്കുന്നു ഞാൻ. പിന്നെ ആശംസകൾ അർപ്പിക്കലും പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഉണ്ട്. പിന്നെ ഞങ്ങളിൽ ഓരോരുത്തരുടെയും 3
വർഷത്തെ അനുഭവങ്ങൾ പങ്കുവെക്കലായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രോളി കൊണ്ടുള്ള വീഡിയോ പ്രദർശനമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കാലിലെ ചെരുപ്പ് പൊട്ടി ഗൈസ്. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കലായിരുന്നു പിന്നെ എൻ്റെ പരിപാടി. ഞാൻ പിന്നെ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 6:45 ആയി. ഇനി ഈ സാധനങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ട് ഒന്ന് സമാധാനമായിട്ടിരിക്കണം. എനിക്ക് തലവേദന, നടുവേദന, കാലുവേദന, ഉറക്കം എല്ലാം കൂടി ഒരുമിച്ച് വരുന്നു ഗൈസ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ഫ്രഷായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇന്ന് കോളേജിൽ ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആയിരുന്നു. അത് കഴിഞ്ഞു. ഇന്നായിരുന്നു ഞങ്ങളുടെ ഫെയർവെൽ. ഇനി നാളെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇൻ കോളേജാണ്. എന്ന് പറയുമ്പം നാളെ ഒരു പരിപാടിയായിട്ട് തന്നെ നടത്തുന്നുണ്ട്. കോളേജ് ഡേ എന്നും പറഞ്ഞൊരു പരിപാടിയായിട്ട് തന്നെ നടത്തുന്നുണ്ട്. പോയി കിടന്ന് മറിയാനുള്ളതാണ്. ആ സമയത്ത് വ്ളോഗ് എന്തായാലും എടുക്കണമല്ലോ, ലാസ്റ്റ് ഡേ അല്ലേ. പക്ഷേ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കുറവാണ്. ഇന്നെടുത്ത വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇന്നെടുത്ത വീഡിയോസൊക്കെ ഡിലീറ്റ് കളഞ്ഞിട്ട് നാളെ പുതിയ വീഡിയോസ് എടുക്കാം. അതുകൊണ്ട് എനിക്ക് ഇന്നിരുന്ന് എഡിറ്റ് ചെയ്തേ പറ്റൂ. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ വിയർത്ത് കുളിച്ചൊരു പരുവായി. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ കമ്മൽ എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബിലോ. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഇന്നത്തെ ഫെയർവെൽ പരിപാടി ഞങ്ങളുടെ ജൂനിയേഴ്സ് പിള്ളേർ, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും പിള്ളേർ, സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും പിള്ളേർ ഞങ്ങൾക്ക് വേണ്ടി നടത്തിയ ഫെയർവെൽ പരിപാടി അടിപൊളിയായിരുന്നു. നല്ല പശ്ചാത്താപമുണ്ട്. കാരണം ഞങ്ങളുടെ സീനിയേഴ്സിന് ഞങ്ങൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫെയർവെല്ലിൽ കൊടുത്തിട്ടില്ല. അതിൽ നല്ല വിഷമമുണ്ട്. ഇങ്ങനത്തെയൊക്കെ ഈ റീൽസിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ, ഫെയർവെൽ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിക്കും, ഞങ്ങളല്ല ഞാനും വിചാരിക്കുമായിരുന്നു ഇതേപോലെ നല്ലൊരു ഫെയർവെല്ലൊക്കെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ. പക്ഷേ അത് ഒന്ന് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ജൂനിയേഴ്സ് പിള്ളേരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്, ലവ് യു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ എല്ലാത്തിനെ കുറിച്ചും പറഞ്ഞു. എൻ്റെ കോളേജ് ലൈഫിനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞില്ല. എൻ്റെ കോളേജ് ലൈഫിലും ഒരുപാട് നല്ല കാര്യങ്ങളും കുറച്ച് ചീത്ത കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വന്ന ഫ്രണ്ട്സും പോയ ഫ്രണ്ട്സും ഇപ്പോഴും ഉള്ള ഫ്രണ്ട്സും എല്ലാവർക്കും നന്ദി. പിന്നെ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സിനെ കുറിച്ച് അല്ല, ഉള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ എൻ്റെ കോളേജ് ലൈഫ് എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. എന്ന് പറയുമ്പം നമ്മൾ തമ്മിലുള്ള ഷെയറിങ്, നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ തമ്മിൽ അടിയുണ്ടാക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞു തീർക്കും. ആ ഓരോ ക്വാളിറ്റീസും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നിങ്ങളായതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പേസ് എനിക്ക് അവിടെ ഉള്ളത് എന്ന് അറിയാം. പിന്നെ പുതിയതായിട്ട് വന്ന ചേച്ചി എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ചേച്ചിയുടെ ലൈഫിൽ നടന്ന ഓരോ കഷ്ടപ്പാടും ഓരോ പ്രശ്നങ്ങളും ചേച്ചി ഓവർകം ചെയ്ത്
ഇപ്പോഴൊരു നല്ല നിലയിലാണ് നിൽക്കുന്നത്. ചേച്ചിയുടെ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതിൻ്റെ കൂടെ കരിയറും കൊണ്ടുപോകുന്നുണ്ട്. ചേച്ചി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ചേച്ചി ഉൾപ്പെടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു. പിന്നെന്താ, അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. ഇതാണ് ഞങ്ങൾക്ക് ഫെയർവെല്ലിന് കയറിയപ്പോഴത്തേക്ക് തന്ന ഗിഫ്റ്റ്. അതിനകത്തൊരു പേനയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെ കൊണ്ട് ടാസ്ക് ഒക്കെ ചെയ്യിപ്പിച്ച്, പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് കിട്ടിയ ടാസ്ക് പോഞ്ഞിക്കരയുടെ ബോഡി ഷോ ആക്ട് ചെയ്യാനായിരുന്നു. വീഡിയോ കിട്ടാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്.